ഓക്കെ, അപ്പോൾ നമ്മളിനി പറയാൻ പോകുന്നത് റിലേഷൻ ബിറ്റ്വീൻ സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ രണ്ട് ഇക്വേഷൻ ഉണ്ട്. എം ഇസ് ഈക്വൽ ടു N1 ∅2/I2, എം ഇസ് ഈക്വൽ ടു N2 ∅1/I1. ഇതിന് രണ്ട് മീനിങ് മനസ്സിലായിട്ടു. N1 ∅2/I2 മീൻസ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് കോയിൽ N1. Flux change takes place in the second coil ∅2. Current change takes place in the second coil I2. അപ്പോൾ ഇതാണ് പറയുന്നത് ഇറ്റ് ഈസ് ദ EMF ഇൻഡ്യൂസ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ പ്രകാരം ഇറ്റ് ഈസ് ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് കോയിൽ ഡ്യൂ ടു കറണ്ട് ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ ദ സെക്കൻഡ് കോയിൽ. വാട്ട് അബൌട്ട് സെക്കൻഡ് ഇക്വേഷൻ? റൈറ്റ് സൈഡിലത്തെ ഇക്വേഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? M is equal to N2 ∅1/I1. EMF is induced in the second coil N2. Current change takes place in the first coil I1. Flux change also takes place in the first coil ∅1. ഓക്കെ, ഇനി അടുത്തത് ഈ രണ്ട് എമ്മുകളെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. എം ഇൻറ്റു എം, റൈറ്റിലത്തെ ലെഫ്റ്റിലത്തെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. എം ഇൻറ്റു എം ഇസ് ഈക്വൽ ടു എം സ്ക്വയർ N1 N2 ∅1 ∅2 ഡിവൈഡഡ് ബൈ I1 I2. ഈ രണ്ട് ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എം ഇൻറ്റു എം ഇസ് ഈക്വൽ ടു N1 ∅2/I2 ഇൻറ്റു N2 ∅1/I1 ഇസ് ഈക്വൽ ടു N1 N2 ∅1 ∅2 ബൈ I1 I2. ഓക്കെ, എം സ്ക്വയർ ഇസ് ഈക്വൽ ടു N1 N2 ∅1 ∅2 ബൈ I1 I2. എന്താ അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. We had found out the equations for self-inductance. We had found out the equations for mutual inductance. Now we are going to compare self-inductance and mutual inductance. L1 നമ്മൾ നേരത്തെ പഠിച്ചത് L is equal to N∅/I. So what is the self-inductance of first coil? Self-inductance പറയുമ്പോൾ ആകെ ഒരു കോയിലുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കോയിലിൻ്റെ self-inductance L1 is equal to N1 ∅1/I1. Self-inductance of second coil, second coil പറയുമ്പോൾ second coil മാത്രമേ ഉള്ളൂ. L2 is equal to N2 ∅2/I2. അപ്പോൾ L1 is equal to N1 ∅1/I1. L2 is equal to N2 ∅2/I2. So multiply these two. L1 into L2 is equal to N1 ∅1/I1 into N2 ∅2/I2. That is N1 N2 ∅1 ∅2 by I1 I2. This is equation number 2. അപ്പോൾ രണ്ടും നോക്കുക സെയിം ആണ്. ഏതാ രണ്ട്? ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? ഒന്നാമത്തെ ഇക്വേഷൻ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു N1 N2 ∅1 ∅2 by I1 I2. L1 L2 is equal to N1 N2 ∅1 ∅2 by I1 I2. രണ്ട് ഇക്വേഷൻ്റെ RHS നോക്കൂ, സെയിമാ. ദാറ്റ് മീൻസ് RHS സെയിം ആണെങ്കിൽ എന്താ അർത്ഥം? L1 L2 is equal to M സ്ക്വയർ. ഇക്വേഷൻ 1 is equal to ഇക്വേഷൻ 2 അല്ലേ? അപ്പോൾ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു L1 L2. ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ RHS സെയിം ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് LHS ഓൾസോ സെയിം. എം സ്ക്വയർ ഇസ് ഈക്വൽ ടു L1 L2. എം ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് L1 L2. ഇതാണ് റിലേഷൻ. എം എന്ന് വെച്ചാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ഫസ്റ്റ് കോയിൽ ഇൻറ്റു സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് സെക്കൻഡ് കോയിൽ. എം ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ഫസ്റ്റ് കോയിൽ ഇൻറ്റു സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് സെക്കൻഡ് കോയിൽ. നെക്സ്റ്റ് ടോപ്പിക് കോഎഫിഷ്യൻറ്റ് ഓഫ് കപ്ലിംഗ്. എന്താണ് കോഎഫിഷ്യൻറ്റ് ഓഫ് കപ്ലിംഗ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് coefficient of coupling can be denoted as K. K is equal to M by root L1 L2. That means it is the ratio of M, അതായത് mutual inductance. Actual value of mutual inductance ആണ് M to theoretical value of mutual inductance. എങ്ങനെയാണ് mutual inductance theoretically കണക്കാക്കുക? root of L1 L2. ഇതാണ് ഈ റേഷ്യോയാണ് കോഎഫിഷ്യൻറ്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. K is equal to M by root L1 L2. It is the ratio of actual value of mutual inductance to theoretical value of mutual inductance. K is equal to M by root L1 L2. Clear? ഇനി എന്താണ് ഈ ഇപ്പോഴും കൃത്യമായിട്ട് എന്താണ് കപ്ലിംഗ് എന്നൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഇക്വേഷൻ പറഞ്ഞ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. വാട്ട് ഈസ് മെൻ ബൈ കോഎഫിഷ്യൻറ്റ് ഓഫ് കപ്ലിംഗ്. കെയുടെ വാല്യൂ 1 ആണെങ്കിൽ ഈ എക്സ്പ്ലനേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. K is equal to 1 means the whole flux produced by the first coil അല്ലെങ്കിൽ A coil links with the other coil or second coil. It is called ideal and it is an ideal and imaginary condition. K is equal to 1 എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് എന്ന് അറിയാം? ഒന്നാമത്തെ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫ്ലക്സും ലിങ്ക്സ് വിത്ത് ദ സെക്കൻഡ് കോയിൽ. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അതൊരു ഐഡിയൽ കണ്ടീഷനാണ്, ഇമാജിനറി കണ്ടീഷനാണ്. എങ്ങനെയായാലും ഹോൾ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോൾ ഫ്ലക്സ് സെക്കൻഡ് കോയിലിനെ കണ്ടില്ല, കുറച്ചെല്ലാം ലീക്കായി പോകും, ലീക്കേജ് ഫ്ലക്സ് അവിടെ സംഭവിക്കും. പക്ഷേ അങ്ങനെ ഇല്ലാത്തൊരു കണ്ടീഷനാണ് ഐഡിയൽ കേസ് ആൻഡ് ഇമാജിനറി കേസ്. ആ സമയത്ത് കെയുടെ വാല്യൂ എന്തായിരിക്കും? 1. കപ്ലിംഗ് പൂർണ്ണ തോതിൽ നടക്കും. രണ്ടും തമ്മിലുള്ള മാഗ്നറ്റിക് കപ്ലിംഗ് സമ്പൂർണ്ണമാണ്. അതായത് ഒന്നാമത്തെ കോയിലിൻ്റെ ഫ്ലക്സ് രണ്ടാമത്തെ കോയിലിൻ്റെ ഫ്ലക്സിനെ രണ്ടാമത്തെ കോയിലിനെ പൂർണ്ണമായിട്ട് കട്ട് ചെയ്യുന്നു. അവിടെ ഒരിക്കലും ലീക്കേജ് സംഭവിക്കുന്നില്ല. അതാണ്. അതായത് ഹോൾ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കോയിൽ ലിങ്ക്സ് വിത്ത് അതർ കോയിൽ. ഒരു കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫ്ലക്സും മറ്റേ കോയിലിനെ ലിങ്ക് ചെയ്യുന്നു. അപ്പോൾ കപ്ലിംഗ് എന്താണ്? 1 ആണ്. ഐഡിയൽ കപ്ലിംഗ് ആണ്. അതായത് മാഗ്നറ്റിക് കപ്ലിംഗ് ഒന്നും മറ്റേ ഇതിൻ്റെ രണ്ടിലെ കപ്ലിംഗ് ആ ലിങ്കിങ് വളരെ ഐഡിയൽ ആയിട്ടുള്ളൊരു കേസാണ്. അതാണ് K is equal to 1. ഇനി രണ്ടാമത്തെ കേസ് എന്താ? അതിൻ്റെ കൺക്ലൂഷനാണ് കേട്ടോ. ഈ 3 കേസുകളേ ഉള്ളൂ.
രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താ, മേജർ പാർട്ട് ഓഫ് ദ ഫ്ലക്സ്. ഇതിന് പറയുന്ന റിയൽ കേസുകളാണ്. നേരത്തെ ആദ്യത്തെ പറയുന്നത് ഐഡിയൽ കേസാണ്, ഇനി പറയുന്നത് 2-3 റിയൽ കേസുകളാണ്. മേജർ പാർട്ട് ഓഫ് ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കോയിൽ ലിങ്ക്സ് വിത്ത് അതർ കോയിൽ. ഒന്നാമത്തെ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ ഒരു ഏകദേശം മേജർ പോർഷനും രണ്ടാമത്തെ കോയിലിനെ കട്ട് ചെയ്യും, കുറച്ച് മാത്രം ലീക്കായിട്ട് പോകും. അതായത് അപ്പോൾ അതിനെ പറയുന്നത് ടൈറ്റ്ലി കപ്പിൾഡ്, നല്ല കപ്പിളിംഗ് ആണ്, അതാണ് റിയൽ. ഐഡിയൽ കപ്പിളിംഗ് ഒരിക്കലും ഉണ്ടാവില്ല. ടൈറ്റ്ലി കപ്പിൾഡ് കോയിൽസ് എന്നാണ് പറയുക. മേജർ പാർട്ട് ഓഫ് ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫസ്റ്റ് കോയിൽ ലിങ്ക്സ് വിത്ത് ദ സെക്കൻഡ് കോയിൽ ആണെങ്കിൽ അവിടെ മ്യൂച്വൽ ഫ്ലക്സ് കൂടുതലാണ്. കാരണം ഒന്നാമത്തേൻ്റെ ഫ്ലക്സ് രണ്ടാമത്തേനെ പോയി മേജർ പോർഷനും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മേജർ ഫ്ലക്സ് മ്യൂച്വൽ ഫ്ലക്സ് ആണ്, പക്ഷേ കുറച്ച് ഫ്ലക്സ് ലീക്കായിട്ട് പോകുന്നു, സെൽഫായിട്ട് പോകുന്നു. അതായത് മൈനർ സെൽഫ് ഫ്ലക്സ്. മേജർ മ്യൂച്വൽ ഫ്ലക്സ് മൈനർ സെൽഫ് ഫ്ലക്സ് ആണെങ്കിൽ ദോസ് കോയിൽസ് ആർ നോൺ ആസ് ടൈറ്റ്ലി കപ്പിൾഡ് കോയിൽസ്. ഫസ്റ്റ് കേസ് ഏതാ, ഐഡിയലി കപ്പിൾഡ് കോയിൽസ്. ഒന്നാമത് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് മുഴുവൻ രണ്ടാമത്തേനെ പോയി കട്ട് ചെയ്യുന്നു, അത് ഐഡിയൽ കേസാണ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. രണ്ടാമത്തെ കേസ് ഹോൾ ഫ്ലക്സ്, മേജർ പാർട്ട് ഓഫ് ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫസ്റ്റ് കോയിൽ ലിങ്ക്സ് വിത്ത് ദ അതർ കോയിൽ ആൻഡ് ദോസ് കോയിൽസ് ആർ നോൺ ആസ് ടൈറ്റ്ലി കപ്പിൾഡ് കോയിൽസ്. അതായത് ഒന്നാമത്തെ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ ഏകദേശം ഒരു മേജർ പോർഷനും രണ്ടാമത്തേനെ പോയി കട്ട് ചെയ്യും. അവിടെ ആകുമ്പോൾ മ്യൂച്വൽ ഫ്ലക്സ് വളരെ മേജറാണ്, കൂടുതലാണ്. സെൽഫ് ഫ്ലക്സ്, ലീക്കായിട്ട് പോകുന്ന ഫ്ലക്സ് വളരെ കുറവാണ്. ഇതാണ് ഒരു റിയൽ കണ്ടീഷനിൽ നമുക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ പറയുന്നത്. തേർഡ് കേസ് ഏതാ, മൈനർ പാർട്ട് ഓഫ് ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കോയിൽ ലിങ്ക്സ് വിത്ത് അതർ കോയിൽ. അതായത് ഒന്നാമത്തെ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമേ രണ്ടാമത്തേനെ പോയി കട്ട് ചെയ്യുള്ളൂ, ബാക്കി മുഴുവൻ ലീക്കായിട്ട് പോകും. അതായത് അങ്ങനെയുള്ള കോയിലിൻ്റെ കപ്പിളിംഗ് വളരെ ലൂസാണ്. ദോസ് കോയിൽസ് ആർ നോൺ ആസ് ലൂസ്ലി കപ്പിൾഡ് കോയിൽസ്. അപ്പോൾ കേസ് ഈക്വൽ ടു 1 മീൻസ് ഐഡിയലി കപ്പിൾഡ് കോയിൽസ്, സെക്കൻഡ് വൺ ടൈറ്റ്ലി കപ്പിൾഡ് കോയിൽസ്. ഒന്നാമത്തെ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ മേജർ പോർഷനും രണ്ടാമത്തേൽ പോയി ലിങ്ക് ആവും. മൂന്നാമത് പറയുന്നത് മൈനർ പാർട്ട് ഓഫ് ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കോയിൽ ലിങ്ക്സ് വിത്ത് ദ സെക്കൻഡ് കോയിൽ. ഒന്നാമത്തെ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ രണ്ടാമത്തിൽ പോയി ലിങ്ക് ആവുള്ളൂ, മേജർ പോർഷനും സെൽഫായിട്ട് പോവും, ലീക്കായിട്ട് പോവും. ദോസ് കോയിൽസ് ആർ നോൺ ആസ് ലൂസ്ലി കപ്പിൾഡ് കോയിൽസ്. In this case, there will be self flux കൂടുതലായിരിക്കും, മേജർ സെൽഫ് ഫ്ലക്സ് ആൻഡ് മൈനർ മ്യൂച്വൽ ഫ്ലക്സ്. മറ്റേ ഫ്ലക്സിനെ പോയി കട്ട് ചെയ്യുന്നതാണ് അവിടെ കുറവ്. അപ്പോൾ സെൽഫ് ഫ്ലക്സ് ഇവിടെ കൂടുതലാണ്, കാരണം സ്വയം ലീക്കായിട്ട് പോകുന്ന ഫ്ലക്സ് വളരെ കൂടുതലാണ്. സോ മേജർ സെൽഫ് ഫ്ലക്സ് ആൻഡ് മൈനർ മ്യൂച്വൽ ഫ്ലക്സ്. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്ക് ലീക്കേജ് ഫ്ലക്സ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ടോപ്പിക്കാണ് എടുക്കാത്ത ടോപ്പിക്. ഒന്നുകൂടി പറയാം. കേസ് ഈക്വൽ ടു 1 മീൻസ് ഐഡിയലി കപ്പിൾഡ് കോയിൽസ്. അടുത്ത സെക്കൻഡ് വൺ ടൈറ്റ്ലി കപ്പിൾഡ് കോയിൽസ്, മേജർ മ്യൂച്വൽ ഫ്ലക്സ്. കൂടുതൽ ഫ്ലക്സും മറ്റേനെ പോയിട്ട് കട്ട് ചെയ്യും, കുറച്ച് ഫ്ലക്സ് മാത്രമേ സെൽഫായിട്ട് അവിടെ വേസ്റ്റ് ആയിട്ട് പോകുള്ളൂ. ലാസ്റ്റ് വൺ ഏതാ, തേർഡ് വൺ ലൂസ്ലി കപ്പിൾഡ്. കപ്പിളിങ് വളരെ ലൂസാണ്. അതായത് ഒന്നാമത്തെ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ വളരെ ചെറിയൊരു പോർഷൻ മാത്രമേ രണ്ടാമത്തേൽ പോയിട്ട് കട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി മറ്റേ പോർഷൻ നമുക്ക് പറഞ്ഞത് ഇനി കഴിഞ്ഞു, ഈ ടോപ്പിക്ക് കഴിഞ്ഞു. സെക്കൻഡ് മോഡ്യൂളിലെ ടോപ്പിക്കിൽ ഈ ടോപ്പിക്ക് നമ്മുടെ കഴിഞ്ഞാണ് പറഞ്ഞതാണ്. ഒന്നുകൂടി ഞാൻ എടുത്തു മാത്രം. റിലേഷൻ ബിറ്റ്വീൻ സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ M is equal to √L1L2. വാട്ട് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ഒന്നും പറഞ്ഞതാണ്, ഒന്നുകൂടി പറയുന്നത് മാത്രം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ വാല്യൂ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ടു തിയറട്ടിക്കൽ വാല്യൂ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഈ രണ്ട് വീഡിയോകളിലായിട്ട് ഇന്ന് സെൻഡ് ചെയ്യുന്ന 2 വീഡിയോകളിലായിട്ട് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFs ആർ ക്ലാസിഫൈഡ് ഇൻടു 2: സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF, മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ൻ്റെ ഡെറിവേഷൻ, മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF ൻ്റെ ഡെറിവേഷൻ, റിലേഷൻ ബിറ്റ്വീൻ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF, അല്ലെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ദെൻ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. ബേസ്ഡ് ഓൺ ദ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് വി ക്യാൻ ക്ലാസിഫൈ ദ കോയിൽസ് ഇൻടു 3: ഐഡിയലി കപ്പിൾഡ് കോയിൽസ്, ടൈറ്റ്ലി കപ്പിൾഡ് കോയിൽസ്, ലൂസ്ലി കപ്പിൾഡ് കോയിൽസ്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ എല്ലാ ടോപ്പിക്ക് ഇതോടുകൂടി കഴിയാണ്. തേർഡ് മൊഡ്യൂളിൽ നമുക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഒരു 75% കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി വരും ദിവസങ്ങളിൽ ആ ക്ലാസ് എടുക്കും. ഓക്കെ.